ചെമ്പനൂർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് എന്തെന്ന് നോക്കിയാലോ. ചന്ദ്ര വീണ്ടും ശ്രുതിയുടെ അച്ഛൻ വരാത്തതെന്തെന്നും എന്നെ കള്ളം പറഞ്ഞ് പറ്റിക്കാൻ ശ്രമിക്കുകയാണോ എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. ശ്രുതി ഒരുവിധം എണീറ്റ് മുറിയിൽ വന്ന് കഥ അടയ്ക്കുന്നു. എന്നാൽ ചന്ദ്ര വിടാൻ ഭാവമില്ല. നേരെ മുറിയിലേക്ക് വന്ന്, നീ എന്നെ മണ്ടിയാക്കാൻ നോക്കുകയാണോ? കുറേ നാളായി അച്ഛൻ വരുന്നു, എങ്ങോട്ട് വരാൻ, ഫ്ലൈറ്റിൽ കയറി, വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നു. നിനക്ക് മലേഷ്യയിൽ അങ്ങനെ ഒരു അച്ഛനുണ്ടോ? ഞങ്ങളെ പറ്റിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. കല്യാണം കഴിഞ്ഞ് 1 വർഷമാകാൻ പോകുന്നു. ഒരു പ്രാവശ്യം പോലും അയാൾ ഞങ്ങളെ വിളിച്ചിട്ടില്ല. ഒരു പ്രാവശ്യം വിളിക്കാൻ പോലും സമയമില്ലാതെ ഒരു മലേഷ്യ ഭരിക്കുന്ന നിൻ്റെ അച്ഛനാണോ എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയോട് ദേഷ്യപ്പെടുന്നു. എന്ത് പറയണമെന്നറിയാതെ ശ്രുതി പരുങ്ങുന്നു. വർഷയുടെ അമ്മ എത്ര പ്രാവശ്യം വന്നു? രേവതിയുടെ അമ്മ പോലും വരുന്നു. എന്നാൽ അവർ വരുന്നത് എനിക്ക് ഇഷ്ടമില്ല എന്ന് മാത്രമേ ഉള്ളൂ. നീ ഞാൻ കൊണ്ടുവന്ന മരുമകളാണെന്ന് അഭിമാനത്തോടെ പറഞ്ഞിരുന്നു. പക്ഷേ ഇനി അച്ഛൻ വരാതെ അതില്ല. ശ്രുതി എങ്ങനെയെങ്കിലും കരഞ്ഞ് കണ്ണീര് കാണിച്ച് രക്ഷപ്പെടാൻ നോക്കുന്നു. പക്ഷേ ചന്ദ്ര വിടുന്നില്ല. എന്ത് പറ്റിയെന്ന് എനിക്കറിയാം. അറിയില്ല ആൻറ്റി, എന്നെ വിശ്വസിക്കൂ എന്നൊക്കെ പറയുന്നു. ഇനി നീ എന്നെ പറ്റിക്കാമെന്ന് കരുതണ്ട. ഇനി നിൻ്റെ അച്ഛൻ വന്നില്ല എങ്കിൽ ശ്രുതിയോട് പോലും ആലോചിക്കാതെ നിന്നെ ഞാൻ ഈ വീട്ടിൽ നിന്നും പുറത്താക്കിയിരിക്കും എന്ന് പറഞ്ഞ് ഇറങ്ങുന്നു. എന്നിട്ട് അവളെന്നെ പറ്റിക്കുകയാണെന്നതിൽ ഒരു സംശയവുമില്ല എന്ന് പറഞ്ഞ് പോകുന്നു. അടുത്ത് സച്ചിയും രേവതിയും സംസാരിക്കുന്നു. ബിരിയാണി നിങ്ങൾക്ക് കൂട്ടുകാരൻ തന്നതല്ല എന്ന് എനിക്കറിയാം. അത് നിങ്ങൾ വാങ്ങിയതാണെന്നും എനിക്കറിയാം. എന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നത്? അമ്മ കഴിക്കാൻ വേണ്ടിയാണ് നിങ്ങളത് വാങ്ങിച്ചതെന്നും എനിക്കറിയാം. അമ്മയോടുള്ള സ്നേഹം എനിക്ക് മനസ്സിലാകുമെന്നും രേവതി പറയുന്നു. എന്നാൽ അങ്ങനെ രണ്ടുപേരുമായിട്ട് റൊമാൻസ് ആവുകയും കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവരെണീറ്റ് പോവുകയും ചെയ്യുന്നു. ശ്രുതിയും കൂട്ടുകാരിയുമായി സംസാരിക്കുന്നതാണ് അടുത്തത്. ഇനി എന്ത് ചെയ്യണമെന്ന് തന്നെ എനിക്ക് അറിയില്ല. എനിക്ക് നല്ലൊരു ജീവിതത്തിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും തരം താണ പണി ചെയ്തത്. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് ശ്രുതി കരയുന്നു. ഇനി ഒരാളെ അച്ഛനാണെന്ന് പറഞ്ഞ് ഇറക്കാമെന്ന് കൂട്ടുകാരി പറയുന്നു. വേണ്ട, അത് ഇതിൽ നിന്നും ദുഃഖമാവുകയേ ഉള്ളൂ. അയാൾ അച്ഛനെ കാണാനാണോ എൻ്റെ അമ്മായിയമ്മ അന്വേഷിക്കുന്നത്? പണവും ശ്രുതിക്ക് കാനഡയിൽ പോകാനുള്ള പൈസയ്ക്ക് എല്ലാത്തിനും വേണ്ടിയാണ്. നീ എന്താ വിചാരിക്കുന്നത്? അവർക്ക് അച്ഛനെ കണ്ടാൽ പോരാ. എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്. ഇളയച്ചനെ തന്നെ വീണ്ടും നമുക്ക് ഇറക്കാം. അങ്ങനെ ഇളയച്ചനെ വിളിക്കാൻ പറയുകയും ഇളയച്ചൻ വീണ്ടും അവിടെ എത്തുകയും ചെയ്യുന്നു. എൻ്റെ ഈ ചാൻസെങ്കിലും എനിക്ക് നന്നായിട്ട് അഭിനയിച്ച് ജോഷി സാറിനോട് ചാൻസ് വായിക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ വരുന്നു. ചന്ദ്രമതി വന്ന് കതക് തുറക്കുന്നു. വളരെ ആനന്ദത്തോടെയും ആശ്ചര്യത്തോടെയും അയാളെ സ്വീകരിക്കുന്നു. മോളെ ശ്രുതി, ഇതാരാ വന്നിരിക്കുന്നതെന്ന് നോക്കിയേ എന്ന് പറഞ്ഞൊക്കെ ശ്രുതിയെ വിളിക്കുന്നു. ഇത് കേട്ട് സച്ചിയും രേവതിയും അവിടെ എത്തുന്നു. ബാക്കി നമുക്ക് നാളെ കാണാം. ബൈ.